അപ്പോൾ ഞാൻ നിജീഷ് സഹദേവൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന തേവർന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ക്രൂവിൻ്റെ ഒപ്പം ഞാൻ പൊള്ളാച്ചിക്ക് പോയിട്ട് ക്രൂവിനായിട്ട് ചേരുന്നു. എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല അനുഭവങ്ങളൊന്നായിരുന്നു ഈ 40 ദിവസവും ഷൂട്ടിങ്. ഏറ്റവും നല്ല അനുഭവങ്ങളിൽ കുറച്ച് ദിവസങ്ങളായിരുന്നു. നിജീഷിൻ്റെ കൂട്ടാന്നുള്ള ആ പ്രിവിലേജും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സെറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പൊള്ളാച്ചി ചെന്ന് കുറച്ച് ദിവസം എല്ലാവരായിട്ടും ഒന്ന് പരിചയപ്പെട്ട് ഞാൻ ആ പ്രീ പ്രൊഡക്ഷൻ ടൈമൊന്നും ഞാൻ അവിടെ ഇല്ല. ഷൂട്ടിങ് സമയത്ത് മാത്രമേ ഞാൻ ചെല്ലുള്ളൂ. നിജീഷിന് ആദ്യം പറയണെങ്കിൽ നിജീഷ് ഒരുപാട് കാലം അത് കഷ്ടപ്പെട്ടതിൻ്റെ പിന്നാലെ നടന്ന് ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണ് അത്. ശരിക്കും ഒരുപാട് കാലം അതിൻ്റെ പിന്നാലെ കഷ്ടപ്പെട്ടു. അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത് ദോഹരാജൻ സാറാണ്, കണ്ണൂരുള്ളതാണ് അദ്ദേഹം. ശാന്തിക്കാമയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയ സിനിമ കൂടെ ഉണ്ടായി. അതിൽ ഞാൻ സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മോഡേൺ കോൺഫ്ലിക്റ്റുള്ള അല്ലെങ്കിൽ മോഡേൺ കൺസെപ്റ്റിൽ കണ്ടിരുന്ന സംഭവമായിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഞാൻ വിചാരിച്ചത് ഈ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര മോഡേണായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ശാന്തി അല്ലെങ്കിൽ കൾച്ചറിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാക്കി. പക്ഷേ അവിടെ ചെന്ന് ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് വളരെയധികം ഞാൻ ശാന്തിക്കാരനെ അറിയായിരുന്നു നിജീഷ് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കൾച്ചറിൽ എൻ്റയർലി നല്ല ഭക്തന്മാരും ഈശ്വരവിശ്വാസമുള്ളവരുടെയൊക്കെ നല്ല ഈശ്വരവിശ്വാസം, സാധാരണക്കാരനേക്കാൾ കൂടുതൽ ഈശ്വരവിശ്വാസം ആൾക്കാരായിരുന്നു മിക്ക ആൾക്കാരായിട്ട്. എല്ലാവരും കൂടെ മിക്ക ആൾക്കാർ ഞാനുള്ള. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പറയുമ്പോൾ നിജീഷൻ ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തരാണ്. പിന്നെ ദോഹരാജൻ സാറ് ഗുരുവായൂരപ്പൻ്റെ വളരെ ഭക്തനും. പിന്നെ അദ്ദേഹം മറ്റേ കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വേണ്ടിയിട്ട് ഭഗവാന്റെ പരമശിവൻ്റെ ഒരു 3 കോടി മംഗളപ്രതിമയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അപ്പോൾ എല്ലാവർക്കും മാത്രം ഡൗൺ ടു എർത്ത് പേഴ്സൺസാണ് എല്ലാവരും ഈശ്വരവിശ്വാസത്തോടെ നീങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെ നല്ല ലൈഫ് പറയേ വെസ്റ്റേൺ കൾച്ചറൊന്നുമല്ലാണ്ട് നല്ല രീതിയിൽ അവനവൻ്റെ കർമ്മവും ഭംഗിയായിട്ട് ചെയ്ത് നന്നായിട്ട് ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നൊരു കാര്യമാണത്. ഞാൻ തിങ്ക് ചെയ്തിരുന്ന അങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എൻ്റയർലി വലിയ സെറ്റപ്പൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു സൈഡായി പോകുന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ എല്ലാവരും നല്ല മനുഷ്യർ, ഈക്വലി എല്ലാവരും എല്ലാവരും കൂടെ എൻ്റെ ഒരു ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു കാര്യം വിജയിപ്പിക്കുക എന്നുള്ളത് ശരിക്കും അവിടെ നിന്നാണ് പഠിച്ചത്. പറഞ്ഞ സാർ അങ്ങനെ പ്രൊഡ്യൂസർ പിന്നെ നിജീഷ് സ്വന്തമായിട്ട് സംവിധാനം വളരെയധികം കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് നമുക്ക് ഈശ്വരവിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ സാർ അങ്ങനെ തന്നെ. പിന്നെ പറയാനുള്ളത് ചീഫ് അസോസിയേറ്റ് പ്രസാദ് സാർ, തോറ്റാനിക്കാരപരമായ ഭക്തനാണ് അദ്ദേഹം. പുള്ളിയും വൈഫും കൂടെയും എപ്പോഴും തോറ്റാനിക്കരൊക്കെ പോയി ദർശനത്തിനൊക്കെ പോകുന്നത്. എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചാൽ അദ്ദേഹം ഞാൻ ശാന്തിക്കാരനാണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഈ തോറ്റാനിക്കര പോയിട്ട് ഞാൻ വൈഫിനെ പോയി തോന്നിട്ടുണ്ട് കാര്യമൊക്കെ. അപ്പോൾ എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ അത് ഒരു സ്പിരിച്വൽ സ്പേസ്. പിന്നെ അല്ലാത്ത രീതിയിലും നമുക്ക് ഈ പ്രസാദ് സാറാണെങ്കിലും മറ്റുള്ള ഇപ്പം അനീഷ് ചേട്ടനുണ്ടായിരുന്നു, സച്ചിൻ ചേട്ടനുണ്ടായി, അക്ഷയ് ഉണ്ടായിരുന്നു. അക്ഷയ് ഏകദേശം നമ്മളൊക്കെ പ്രായക്കാരനാണ്. അപ്പോൾ നജീഷ് ചേട്ടൻ എൻ്റെ കൂടെ റൂമിലുണ്ടായ നജീഷ് ചേട്ടൻ, അങ്ങനെ 2 പേരും പുതിയ ആൾക്കാരും ഇത് പുതുമുഖങ്ങളായിരുന്നു അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സുമാരിൽ. നജീഷ് ചേട്ടൻ പിന്നെ രാഹുലേട്ടൻ, അതായത് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിരുന്നു. ഡയറക്ടർ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ ആത്മാർത്ഥമായിട്ടും വർക്ക് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത സിനിമ. എൻ്റെ ഡയറക്ഷൻ ഗ്രൂ അതാണ്. പിന്നെ പറഞ്ഞാൽ പറയണമെങ്കിൽ DOP നമ്മളെ എൽദോസ് സാറ്
ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി എന്തോ സാറ്. അതൊക്കെ ആ പുള്ളിയും വളരെ ജെൻറ്റിൽമാനായിട്ടുള്ള, എല്ലാവരും ജെൻറ്റിൽമാൻസ്, എല്ലാവരും നല്ല അങ്ങനത്തെ കുറേ നല്ല കണക്ഷൻസ് കിട്ടി ജീവിതത്തിൽ. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ സ്വന്തം അസിസ്റ്റൻ്റായിട്ടുള്ള സജിത്ത്, ഇതിനോട് ഭയങ്കര കമ്പനിയായിരുന്നു ഞാൻ. പുള്ളി പൂജയുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച്, ആത്മീയമായ കാര്യങ്ങൾ. ഞാൻ വിചാരിച്ച് ധ്യാൻ ചേട്ടനായിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ശ്രീനിവാസ സാർ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നില്ല കുറേ ആൾ. പിന്നീട് കുറേ ആശയങ്ങൾ ചേഞ്ചായി. എങ്കിലും അപ്പോൾ ധ്യാൻ ചേട്ടൻ അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല എന്ന് വെച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ ആളങ്ങനല്ല, ഞാൻ വിശ്വാസിയാണ്. ധ്യാൻ ചേട്ടൻ നല്ല വിശ്വാസമൊക്കെ ഉള്ള ആളാണ്. അത് സ്പിരിച്വലി അങ്ങനെ. അപ്പോൾ പിന്നെ പറയുന്നത് ഷൈൻ സാറ്, അത് നമ്മൾ സിദ്ദീഖ് സാറിന് പറയാം. ഷൈൻ സാറ് ഭയങ്കര എൻ്റയർലി ഡൗൺ ടു എർത്ത് ഒരു പേഴ്സണാലിറ്റി. എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സംസാരിക്കാനാണെങ്കിലും മറ്റുള്ള ഇടപെടാനാണെങ്കിലും വളരെ നല്ല ഡൗൺ ടു എർത്ത് പേഴ്സൺസ്. നമ്മൾ വിചാരിച്ച് ഇവരൊക്കെ സ്റ്റാർസിൻ്റെ പേരിൽ ഭയങ്കര ഹൈലി ഡിമാൻഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഒരു ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യം സെറ്റിൽ ചെയ്ത സമയം തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലായിരുന്നു സെറ്റ് മുന്നോട്ട് പോയത്. തേവറിൻ്റെ സെറ്റ് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളെ രാജൻ സാറിൻ്റെ മകൻ പേര് ഇതിൻ്റെ റോഷൻ സാർ, ഡോക്ടർ റോഷൻ സാറ്. അപ്പോൾ ഡോക്ടർ റോഷൻ സാറ് പുള്ളിയായിരുന്നു. അഭിനയത്തിൻ്റെ ആദ്യത്തെയായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നെങ്കിലും, ഡോക്ടറാണല്ലോ അതിൻ്റെ ഒരു ഇതുണ്ടായെങ്കിലും എന്നോട് എൻ്റയർലി ശരിക്കും ഓണായി പുള്ളി. അടിപൊളിയായിട്ട് അഭിനയമൊക്കെ കൈകാര്യം ചെയ്ത് എൻ്റെ ഒരു സൂപ്പറായി പുള്ളി. പിന്നെ നമുക്ക് കണ്ട നടന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് കണ്ട മേജർ രവി സാറ്, അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഞാനിങ്ങനെ കൊടുങ്ങല്ലൂരാണ് വീട്, ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുങ്ങല്ലൂർ കുറേ ഒക്കെ പരിചയമുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു, ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അത് സന്തോഷമായത് അങ്ങനെ. പിന്നെ കണ്ട് ഫോട്ടോ കിട്ടുന്നത് നമ്മളെ കുറേ നേരം സംസാരിക്കാൻ. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ മിക്കപ്പോഴും ഈ മേക്കപ്പ് സെറ്റപ്പിലാകുമ്പോൾ അങ്ങനെ കോസ്റ്റ്യൂം സെറ്റപ്പിലാകുമ്പോൾ ഫോട്ടോ കാണുള്ളൊരു നമുക്ക് പുറത്തേക്ക് റിവീൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു സാങ്കേതികമായ പ്രശ്നം. അതിൻ്റെ പേരിൽ ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും ഞാൻ ഇപ്പോഴും എൻ്റെ റിലേറ്റീവ് ചെയ്തിട്ടില്ല, അത് പുറത്തേക്ക് വിട്ടിട്ടില്ല. സുനിൽ സോ സാറ്, പിന്നെ ഹരീഷ് നാരായൺ, ദിനേശ് മണിക്കർ സാറ്, അങ്ങനെ പിന്നെ കലാഭവൻ ഷാജൻ സാറ്, അങ്ങനെ എല്ലാവരും വന്ന് ഹൈലി സെറ്റപ്പിൽ പെർഫോം ചെയ്താണ് പോയി. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശരിക്കും അതും കൂടെ മനസ്സിലാക്കാൻ പറ്റി സിനിമയിലൂടെ. എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്ത്, നന്നായിട്ട് സംസാരിച്ച്, എല്ലാവരും നല്ല രീതിയിൽ വന്ന് ഓരോരോ റോളുകൾ എല്ലാം ഭംഗിയായിട്ട് നല്ല 100% പക്കയായിട്ട് ഈ സിനിമ എല്ലാവരിലും എത്തിക്കുന്ന രീതിയിൽ, നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്ത് സൂപ്പറായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട ആൾക്കാരാണ് നമ്മളെ തമിഴ് നടന്മാരായിട്ടുള്ള തമിഴ് സിനിമ സ്റ്റാർസായിട്ടുള്ള മൊട്ടരാജൻ സാറ്, പിന്നെ വയ്യാവൂർ സാറ്. അപ്പോൾ ഹൈലി അതായത് എല്ലാവരോടും സഹകരിച്ച് കൃത്യമായിട്ട് ആ പെർഫോമൻസ് ഭംഗിയായിട്ട് ചെയ്ത് എൻ്റെ പൂവിന് എല്ലാവരെയും സന്തോഷിപ്പിച്ചതാണ് ശരിക്കും അവരെല്ലാവരും പോയത്. പിന്നെ സ്വന്തം കൺമണി കുട്ടിയുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല, സ്റ്റാർസ് എന്നുള്ള കുട്ടിയാണ് ഫ്ലവേഴ്സിൻ്റെ. ആ കുട്ടി നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മുകൾ റോയ് ആയിട്ട് വന്നിട്ടുള്ള രാജേഷ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട രണ്ടുപേരാണ്. ഒന്ന് തളി രാജേഷ് ക്ഷേത്രത്തില രാജൻ സാറ് ശിവനെ പരമശിവൻ ഭഗവാനും പ്രതിമയൊക്കെ സമർപ്പിച്ചെന്ന് പറയും. അപ്പോൾ അവിടുത്തെ തിരുമേനിയായിട്ടുള്ള
തിരുമേനി അദ്ദേഹം ഒന്ന് അസാധ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അസാധ്യത വളരെ അസാധ്യമായിട്ട് ക്യാരക്ടറുകൾ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടുള്ള അദ്ദേഹം അഭിനയിക്കുന്നത് അതിന് ഇത്ര നന്നായി പെർഫോം ചെയ്യണ്ടല്ലോ അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് സംസാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ഷേത്രത്തിലെ കാലിൽ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ട്, മനക്കാർ മൂന്ന് പേരാണ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം കൂടുതൽ പറഞ്ഞ ഈ പുറമുള്ള ഊഴലൊക്കെ പോണത് ജ്യോതിഷം കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ഇല്ല, ഞാനിപ്പോൾ ഒരു 8 സിനിമകളും ചെയ്തു, 8 സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 8ാമത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ആദ്യം ഞാൻ അങ്ങോട്ട് അവസരങ്ങൾ തേടി പോയിരുന്നെങ്കിൽ ഇപ്പോൾ അവസരം ഇങ്ങോട്ട് തേടി വരുന്നൊരവസ്ഥ എനിക്കുണ്ട്. എൻ്റെ പേരിൽ ഞാൻ എൻ്റെ സംതൃപ്തനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ നന്നായിട്ട് ചെയ്തു. അദ്ദേഹത്തിന് കുറച്ച് വർക്ക് തുടങ്ങിയപ്പോൾ കാണിച്ചു തന്നു അദ്ദേഹം. പിന്നെ നമ്മുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ശ്രീജേഷ് ശാന്തി, നമ്മളെ ഭജനമഠം ശ്രീജേഷ് ശാന്തി, ശ്രീജേഷ് നാരായണൻ, ശ്രീജേഷ് നാരായണൻ, ശ്രീജേഷ് ശാന്തി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഗംഭീര പെർഫോമൻസ് വെച്ചാൽ അസാധ്യ ഗംഭീര പെർഫോമൻസ്. അദ്ദേഹം അതിനെ റോൾ ചെയ്തത് എന്ത് ഭംഗിയായിട്ട് ചെയ്തെന്നറിയാം. അദ്ദേഹം പ്രൊഫഷണലിസം എത്ര ടോപ്പെടുക. അദ്ദേഹം കുറച്ച് സിനിമകൾക്ക് മൂവ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ പക്ഷേ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തു. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 ശാന്തിക്കാരനുണ്ട് ഓൾറെഡി. ഈ സ്പിരിച്വൽ മേഖല വർക്ക് ചെയ്യുന്ന 3 പേരുണ്ട്. ആധ്യാത്മിക മേഖലയിലുള്ള 3 പേര്. അതായത് ഒന്ന് ഈ രാജരാജ ക്ഷേത്രത്തിലുള്ള തിരുമേനി, ഞാൻ പിന്നെ അദ്ദേഹം ശ്രീജേഷ് നാരായണൻ. അപ്പോൾ നല്ല രീതിയിൽ ഭംഗിയായിട്ട്. പിന്നെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ നായകമായിട്ടുള്ള പൂജാറാം, പിന്നെ ഐശ്വര്യ, ഓരോ കോൺഫിഡൻസായിട്ടുള്ള ഓരോ കുട്ടികൾ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും അഭിനയിച്ചു. സംവിധാനം എന്താ ആഗ്രഹിച്ചു അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റിയെന്ന് പലർക്കും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും എന്തായാലും എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല സെറ്റിലൊക്കെ നല്ല കളിയും ചിരിയും ആത്മാർത്ഥതയുണ്ടായിരുന്നു. എല്ലാവരും ഭംഗിയായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഞാനിവിടെ കമ്പനിയായ ആൾക്ക് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ കമ്പനിയായി. എന്നാലും സൗണ്ട് കയറി സുധീഷ് ചേട്ടൻ, പിന്നെ പ്രൊഡക്ഷനുള്ള ബാബുച്ചേട്ടൻ, ബാബുച്ചേട്ടനൊക്കെ അത് കമ്പനിയായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മളെ അർഷാദ്, മേക്കപ്പിലെ അർഷാദ്, പിന്നെ സ്ട്രീറ്റ് ക്യാമറ ചെയ്തിട്ടുള്ള ഷിബി ശിവദാസ്, അങ്ങനെ എല്ലാവരായിട്ടും. പിന്നെ പ്രവീൺ, ഷിഖിലേട്ടൻ, അങ്ങനെ ഡ്രൈവർ ജോബിച്ചൻ, അങ്ങനെ പിന്നെ ജബ്ബാറിക്ക, ഹംസിക്ക, അങ്ങനെ കുറേ എല്ലാവരും. വിവേകൻ ഫാമിലി, ഫിനാൻസില, അങ്ങനെ എല്ലാവരും നല്ല ഇതായിരുന്നു. അങ്ങനെ എല്ലാവരായിട്ടുള്ള ഒരു 19 ദിവസത്തെ അനുഭവം കഴിഞ്ഞ് സന്തോഷമായിട്ട് ഞാനും അജീഷേട്ടനും കുറച്ച് സാറും 19 ദിവസം ഞാൻ ഒന്നിച്ചായിരുന്നു. അജീഷേട്ടനുള്ള അനുഭവം വ്യത്യസ്തമാണ്. വളരെ നല്ല മനുഷ്യൻ. എല്ലാവരും നല്ല മനുഷ്യന്മാരും നല്ല അനുഭവങ്ങളായിരുന്നു. അതൊക്കെ എൻ്റെ സിനിമ അനുഭവങ്ങൾ. ഇപ്പോൾ പറഞ്ഞ മാതിരി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നലായിരുന്നു നമ്മളാ പടത്തിൻ്റെ എല്ലാ ഫൈനലും കഴിഞ്ഞുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭംഗിയായി പടം ഷൂട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഓണത്തിന് തേവർ എല്ലാവരും തേടി വരും. ഞാൻ വലിയ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. എന്തോ പോയിന്റ് ഞാൻ പറഞ്ഞില്ല, ഒരു കോയിൻസിഡൻസ് പോലെ പ്രതിച്ഛായയിൽ എന്നെ വിളിച്ചിട്ട് നമ്മളെ അടുത്ത ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അസിസ്റ്റൻസ് വിളിച്ചിട്ട് നിങ്ങൾക്കൊരു കപ്പ്യാര വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ല. അതേ സെയിം ക്യാരക്ടർ, കപ്പ്യാര അതേ ക്യാരക്ടർ, എന്തോ കപ്പ്യാരയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ക്യാരക്ടറാക്കി വെച്ചിരുന്നു. അപ്പോൾ കപ്പ്യാര ക്യാരക്ടർ
ശരിക്കും പറഞ്ഞാൽ ഡയലോഗൊന്നുമില്ല എങ്കിലും കപ്പ്യാരുടെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനത്തെ ആദ്യ സിനിമാനുഭവം അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞു. ഓണത്തിനെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തേവർ സിനിമ കാണണം. ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. എല്ലാവരും അത് 100% ജയിപ്പിക്കണം. ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പാടാണ് സിനിമ എനിക്ക് മനസ്സിലായി. രാവില്ല പകലില്ല എന്ന രീതിയിൽ രാത്രിയോടെ പളച്ചും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് സിനിമ. അല്ലാണ്ട് നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് പോയി 2 മണിക്കൂർ പോയി തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പല റിവ്യൂവേഴ്സൊക്കെ ഈ റിവ്യൂവേഴ്സൊക്കെ നിസ്സാരമായിട്ടാണ് പല സിനിമയും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊന്നുമല്ല, ശരിക്കും എഫർട്ടാണ്. സിനിമ നല്ല എഫർട്ടാണ്. ഒരു ടീം വർക്കാണ്. ഒരു പടം നയിക്കുന്ന പോലെ നിന്ന് സിനിമയെ നയിച്ച സംവിധായകൻ നിജീഷിന് 1000 അഭിനന്ദനങ്ങൾ. അപ്പോൾ നിജീഷിൻ്റെയും ക്രൂവിൻ്റെയൊക്കെ എഫർട്ടിനുള്ള പ്രസാദ് സാറിൻ്റെ ചീഫ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നല്ല എഫർട്ടിന് വേണ്ടിയിട്ടുള്ള DOP, എല്ലാവരും എല്ലാ മേഖലയിലുള്ളവരെയും എഫർട്ടിനോടുള്ള 100% നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരനെ ആദ്യമായിട്ട് വിജയിക്കുന്നു. എല്ലാവരും സിനിമ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക. ഒരുപാട് ചിരിക്കാനും ഒരുപാട് മനസ്സറിഞ്ഞിരിക്കാനും ഫാമിലി ഓഡിയൻസിനും അതുതന്നെ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിരിക്കും തേവർ. ഞാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് തേവർ മാറും, സംശയമൊന്നുമില്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് ഓണത്തിന് കാണുക. ഓക്കെ, ബൈ.